ഞാനിന്ന് ലെറ്റർ ടു മൈ ഫ്യൂച്ചർ സെൽഫ് ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ ഒരു ഇയറിലെ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഫസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഇതായിരുന്നു. പക്ഷേ പിന്നെ ആവട്ടെ എക്സാം കഴിയട്ടെ, വെക്കേഷൻ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനിതിങ്ങനെ മാറ്റി മാറ്റി വെച്ച് ഇപ്പോൾ വെക്കേഷൻ 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കയ്യോടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം ഇത് ചെയ്യാൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കയ്യോടെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞിരുന്നതാണ്. ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും, ഇനി ഒരു വർഷം ഇല്ല എന്നാലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ എടുത്ത് വായിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീലായിരിക്കുമല്ലോ. നമ്മൾ ഇനി എങ്ങനെയായിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ പറയാനായിട്ടുള്ള മെസ്സേജ്, അല്ലെങ്കിൽ നമ്മൾ എന്താകും ഇനി എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ എഴുതി ആ സമയത്ത് അതൊക്കെ തുറന്ന് വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇനി നടന്നാൽ അതൊരു പ്രത്യേക ഫീലായിരിക്കുമല്ലോ. ഞാൻ അന്ന് എഴുതി വെച്ച കാര്യങ്ങളിൽ പകുതി നടന്നു, അങ്ങനെയൊക്കെ ഒരു ഇത്. അങ്ങനെ ഫസ്റ്റ് ഞാനൊരു എൻവലപ്പ് ഉണ്ടാക്കി. ആദ്യം ഉണ്ടാക്കിയ എൻവലപ്പായിരുന്നു കുറച്ചുകൂടി നല്ലത്. രണ്ടാമത് ഉണ്ടാക്കിയ ആ പേപ്പറിൻ്റെ ടെക്സ്ചർ അത്ര കൊള്ളില്ലാഞ്ഞു. പിന്നെ ഞാൻ അയൺ ബോക്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഇതാക്കി തേച്ചൊക്കെ എടുത്തപ്പോഴാണ് ഒന്ന് ശരിയായത്. പക്ഷേ എനിക്ക് ആദ്യത്തേതായിരുന്നു ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിലേക്ക് എഴുതി വെക്കാനായിട്ടുള്ള ലെറ്ററൊക്കെ എഴുതി മടക്കി അതിൻ്റെ അകത്ത് വെച്ചിട്ട് പശ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു. അല്ലെങ്കിൽ ഞാൻ തന്നെ ഈ ജേർണലിങ് ഇടയ്ക്കെടുത്ത് തുറന്ന് നോക്കുന്ന സമയത്ത് ഞാനെടുത്ത് വായിക്കുന്നത് കൊണ്ടിട്ട് ഞാൻ തന്നെ ആദ്യം ഒട്ടിച്ച് വെച്ചു. പിന്നെ ലെറ്റർ ടു മൈ ഫ്യൂച്ചർ സെൽഫ് എന്നൊക്കെ എഴുതി. പക്ഷേ എനിക്കിത് വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. കാരണം എൻ്റെ കയ്യിൽ ഒന്നാമത് ജേർണൽ സപ്ലൈസ് ഒന്നും ഇല്ല. പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്ത്. പക്ഷേ ഇതിന് ഞാനൊരു അഴിച്ചുപണി നടത്തും ഉടനെ തന്നെ.